ഓക്കെ, എന്തായാലും ഇത് പഠിച്ചിട്ട് പോകണം. A+ നഷ്ടമാവും അല്ലെങ്കിൽ, കാരണം ഇതിലൊരു ഇമ്പോർട്ടൻ്റ് essay ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഷോർട്ട് റൺ ഈക്വിലിബ്രിയം ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഫേം എങ്ങനെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനിലെത്തുന്നത്, അത് ഷോർട്ട് റണ്ണ് തന്നെ ചോദിക്കുള്ളൂ, ഒരു സംശയവും വേണ്ട. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ essay അല്ലേ, അപ്പോൾ രണ്ട് പോയിന്റ് ഒന്നും എഴുതിയാൽ പോരാ. നമ്മൾ ആദ്യം ഇതിൻ്റെ കണ്ടീഷൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ 3 കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ പ്രൈസ് മസ്റ്റ് ബി ഈക്വൽ ടു MC ആണ്, MC ഈക്വൽ ടു MR അല്ലെങ്കിൽ. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്, അതായത് MC ഒരിക്കലും എന്ത് ചെയ്യരുത്, താഴ്ന്നു പോവരുത് MC കർവ്. ഓക്കെ, മൂന്നാമത്തത് ഷോർട്ട് റണ്ണിൽ പ്രൈസ് എന്ന സാധനത്തിന്റെ വില എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, ഇൻ ദ ലോങ് റൺ ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AC, സാധനത്തിന്റെ വില പ്രൈസിന് ആവറേജ് കോസ്റ്റിനേക്കാളും എന്ത് ചെയ്യണം, ഈക്വൽ ആവണം, അല്ലെങ്കിൽ അതിനേക്കാളും എന്ത് ചെയ്യണം, കൂടുതലാവണം. അപ്പോൾ ഈ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഡയഗ്രത്തിലേക്ക് കിടക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഡയഗ്രാം വരയ്ക്കണം. ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം X ആൻഡ് Y ആക്സിസ് വരയ്ക്കുക. ഓക്കെ, X ആൻഡ് Y ആക്സിസ്, ഇത് X, ഇത് Y. നമ്മൾ X ആക്സിസിൽ മെഷർ ചെയ്യുന്നത് ഔട്ട്പുട്ട് ആണ്. Y ആക്സിസിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് പ്രൈസ്, MR, AR, MC, ഇതൊക്കെ നമ്മൾ Y ആക്സിസ് മെഷർ ചെയ്യും. അപ്പോൾ ആദ്യം ഇത് പ്രൈസ് മെഷർ ചെയ്തു. പ്രൈസ് ഇസ് ഈക്വൽ ടു MR ഇസ് ഈക്വൽ ടു AR. ഇതൊക്കെ സെയിം ആണ് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ, ഇതെല്ലാം ഈക്വൽ ആണ്, നമുക്കറിയാം. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് MC കർവ് ആണ്. ഡ്രോ MC കർവ്. അപ്പോൾ ഇവിടെ MC MRഉം ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ. അവിടെ അങ്ങോട്ട് താഴേക്ക് വരച്ചു. OQP ആൻഡ് S ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ് മാർക്ക് ചെയ്യാണ്, AVC. അപ്പോൾ AVC കർവ് ഇവിടെ ടച്ച് ചെയ്തു. അവിടെ നേരെ ഞാൻ Y ആക്സിസിലേക്ക് വരയ്ക്കുന്നു. ഇവിടെ ഞാൻ M എന്ന് മാർക്ക് ചെയ്യുന്നു, ഇവിടെ N എന്ന് മാർക്ക് ചെയ്തു. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ഡയഗ്രാം ആദ്യം വരച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ അടുത്തത് നോക്കേണ്ടത് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് TR മൈനസ് TC ആണ്. ഇതെയാണ് നമ്മൾ പ്രോഫിറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് എന്നാണ്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ TRഉം കണ്ടുപിടിക്കണം, TCയും കണ്ടുപിടിക്കണം. ആദ്യം TR കണ്ടുപിടിക്കുക. TR കണ്ടുപിടിക്കാനുള്ള ഫോർമുല P ഇൻറ്റു Q, അതായത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഇതിൽ ഏതാണ് പ്രൈസ്? പ്രൈസ് എന്ന് പറയുന്നത് OP ആണ് പ്രൈസ്. ഓക്കെ, OP ഇൻറ്റു ക്വാണ്ടിറ്റി OQ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ TR എന്ന് പറയുന്ന ഏരിയ ഓഫ് ഏരിയ ഓഫ് OQPS. OQPS ഇതാണ് നമ്മുടെ ടോട്ടൽ റവന്യൂ. അതായത് ഈ വലിയ ബോക്സിലെ അതാണ് നമ്മുടെ ടോട്ടൽ റവന്യൂ, നമ്മുടെ വരുമാനം. അങ്ങനെയാണെങ്കിൽ അതുപോലെ നമ്മൾ എന്തും കണ്ടുപിടിക്കണം, TC കണ്ടുപിടിക്കണം. TR അല്ലേ ഇപ്പം കണ്ടുപിടിച്ചുള്ളൂ, ഇനി TC കാണണം. TC കാണാൻ ഇവിടെ ഒരു ക്ലൂ AVC ഇൻറ്റു Q ആണ്. അപ്പോൾ നോക്കിയേ, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇൻറ്റു Q ആണ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇവിടെ വരെയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം QN അല്ലേ, ക്വാണ്ടിറ്റി OQ. ഓക്കെ, OQ. അങ്ങനെയാണെങ്കിൽ TC എന്ന് പറയുന്നത് ഏരിയ ഓഫ് എന്തായിരിക്കും, OMNQ. ഇതാണ് ഏരിയ ഓഫ് TC. ഈ ചെറിയ ബോക്സിലെ ഇതാണ് നമ്മുടെ എന്ത്, TC. അപ്പോൾ വലിയ ബോക്സ് TR ആണ്, ചെറിയ ബോക്സ് എന്താണ്, നമ്മുടെ TC ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കാണണമെങ്കിൽ നമ്മുടെ വലിയ ബോക്സായ OQPS എന്ന് എന്ത്, ഈ ചെറിയ ബോക്സ് അങ്ങോട്ട് കുറച്ചാൽ പോരെ, OMNQ. അതായത് ഈ വലിയ ബോക്സ് നിന്ന് ഈ ചെറിയ ബോക്സ് എടുത്തു കളഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് MPSN ആണ്. അതായത് ഈ ഏരിയയാണ് നമ്മുടെ എന്ത്, പ്രോഫിറ്റ്. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി, essayക്കുള്ള സംഭവമായി കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. ഡയഗ്രാം തെറ്റുകൂടാതെ വരയ്ക്കണം. ഈ ഡയഗ്രാം വരച്ചിട്ട് ടോട്ടൽ റവന്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കുക, ടോട്ടൽ കോസ്റ്റും കണ്ടുപിടിക്കുക. എപ്പോഴും ടോട്ടൽ റവന്യൂ ആയിരിക്കും കൂടുതൽ. അതിന് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ഏരിയ നമ്മുടെ പ്രോഫിറ്റിനോട് ഈക്വൽ ആണ്. ഇതായിരിക്കും ഒരു 8 മാർക്കിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഷോർട്ട് റൺ ഈക്വിലിബ്രിയം ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇനി സപ്പോസ് ഇതിന്റെ കൂടെ ക്ലബ് ചെയ്തിട്ട് അവർ ചോദിക്കുകയാണ് ലോങ് റൺ ഈക്വിലിബ്രിയം എന്ന് ചോദിച്ചാൽ, ഷോർട്ട് റണ്ണും ലോങ് റണ്ണും ചോദിച്ചാൽ ചിലപ്പോൾ തീർന്നു പോകും. അപ്പോൾ എന്ത് ചെയ്യുക,
നമ്മളൊരു ലോങ് റൺ ഡയഗ്രാം അങ്ങോട്ട് വരയ്ക്കണം. ഇതാണ് നമ്മുടെ P is equal to MR is equal to AR. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? യെസ്, നമ്മളിവിടെ ആദ്യം MC വരയ്ക്കുന്നു, അതായത് ഇത് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ആണ്. അടുത്തത് നമ്മൾ AC വരയ്ക്കുന്നു, അതായത് ലോങ് റൺ ആവറേജ് കോസ്റ്റ്. താഴേക്കല്ല, കണ്ടോ വരച്ചത് വ്യത്യാസമുണ്ട്. LR AC വരയ്ക്കുന്നു, ഇത് LR MC. LR എന്ന് പറഞ്ഞാൽ ലോങ് റൺ ആണ്, അല്ലാതെ വേറെ ഒന്നും അല്ല. LR MC ആൻഡ് LR AC രണ്ടും ഇവിടെയാ. OPQM കണ്ടോ, ഇവിടെ കുറയ്ക്കാനും ഇല്ല കൂട്ടാനും ഇല്ല. LR MC ഇത്രയാണ്, LR AC ഇത്രയാണ്. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ ഇല്ല. അതാണ് ലോങ് റൺ ഈക്വിലിബ്രിയം. ഒരു ഷോർട്ട് റണ്ണിൽ മാത്രമേ ഒരു ഫേമിന് എന്തുള്ളൂ? എബ്നോർമൽ അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉള്ളൂ. പക്ഷെ ഇതിലില്ല. ലോങ് റണ്ണിൽ ദേ ഗെറ്റ് ഒൺലി നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം എന്താണെന്നറിയോ? ദർ ഇസ് എ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഇപ്പോൾ ഒരു ഫേം കണ്ടമാന ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റുള്ള ഫേമുകൾ അതിൽ അട്രാക്ട് ചെയ്ത് വരും. ആ സാധനം തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം മറ്റവർക്ക് കിട്ടിയ ലാഭം ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഇവിടെ എന്താണ്? ലോങ് റൺ ഈക്വിലിബ്രിയത്തിൽ ദേ ഗെറ്റ് ഒൺലി നോർമൽ പ്രോഫിറ്റ്. ഇത് ആ ഡയഗ്രം ആണ്. ചിലപ്പം പരീക്ഷയ്ക്ക് ലോങ് റൺ ആൻഡ് ഷോർട്ട് റൺ എന്ന് വെച്ചാൽ സെപ്പറേറ്റ് നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോ ഡിഫറൻഷിയേറ്റ്. നമ്മുടെ മാർക്കറ്റ് ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും അത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ പ്രൈസ് സീലിംഗിൻ്റെ ഡയഗ്രാം വരയ്ക്കണം, പിന്നെ പ്രൈസ് ഫ്ലോറിനൊരു ഡയഗ്രാം വരയ്ക്കണം. പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ദിസ് ഇസ് മെയിൻലി ടു പ്രൊട്ടക്ട് ദ കൺസ്യൂമേഴ്സാ. ഇപ്പോൾ 1 കിലോ അരിയുടെ വില മാർക്കറ്റിൽ 60 രൂപയാണ്. അപ്പോൾ സാധാരണക്കാർക്ക് അത് വാങ്ങിക്കാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യും? ഗവൺമെൻറ് ഈ റേഷൻ കടകളിലും മറ്റുള്ള മാവേലി സ്റ്റോർ, നീതിന്യായ സ്റ്റോറൊക്കെ വഴി ഈ 60 രൂപയുടെ അരി കുറച്ച്, അതായത് അതേ അരി ആയിരിക്കണം എന്നില്ല, അരിയുടെ ക്വാളിറ്റിയൊക്കെ ചിലപ്പം എന്താ വ്യത്യാസമൊക്കെ വരികയായിരിക്കും, പക്ഷേ കുറഞ്ഞ പൈസയ്ക്ക് ആ മാർക്കറ്റിൽ സപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ നോക്കിയേ, ഇവിടെ സംഭവിക്കുന്നത് ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം വരയ്ക്കുന്നത് ഡിമാൻഡ് കർവ് ഇങ്ങനെ വരയ്ക്കുക, പിന്നെ നമ്മൾ സപ്ലൈ കർവ് വരയ്ക്കുക. ഇതാണ് നമ്മുടെ ഈക്വിലിബ്രിയം പോയിന്റ്. ഇവിടെ 1 കിലോ, ഇവിടെ പ്രൈസ് മാർക്ക് ചെയ്യുക, ഇവിടെ ക്വാണ്ടിറ്റി ആണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 1 കിലോ അരിയുടെ വില 60 രൂപയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വാണ്ടിറ്റി 100. ഓക്കെ, ഇമാജിൻ. അപ്പോൾ ഈ ഒരു 60 രൂപയ്ക്ക് ആൾക്കാർക്ക് വാങ്ങിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് പറയാണ്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ എത്ര രൂപ? ഞങ്ങൾ 30 രൂപയ്ക്ക് തരാം എന്ന് പറയും. ആണ്ടാവും. അപ്പോൾ ഇവിടെ വെച്ച് എന്ത് ചെയ്യാം? ഗവൺമെൻറ് ഒരു വില ഇങ്ങോട്ട് ഫിക്സ് ചെയ്യും, 30 രൂപ. അപ്പോൾ ഇത് മെയിനായിട്ട്, അപ്പോൾ നോക്ക്, ഈക്വിലിബ്രിയം പ്രൈസിനേക്കാളും താഴെയായിട്ടാണ് നമ്മളിവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുക. കാരണം ഇത് മെയിനായിട്ട് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. കാരണം 60 രൂപയ്ക്ക് അവർക്ക് അരി വാങ്ങിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? അതിനേക്കാളും വില കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നറിയോ? ഇവിടെ ഒരു എക്സസ് ഡിമാൻഡ് വരും. ഇപ്പോൾ അരിയുടെ വില കുറഞ്ഞില്ലേ? അപ്പം റേഷൻ കടയിലൊക്കെ അരിയുടെ വില കുറവാണ്, അവിടെയൊക്കെ ലോങ് ക്യൂ, ബ്ലാക്ക് മാർക്കറ്റിംഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും. ഇതാണ് പ്രൈസ് സീലിംഗ്. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ പ്രൈസ് ഫ്ലോർ. പ്രൈസ് ഫ്ലോർ വരയ്ക്കുമ്പോഴും നമ്മൾ ഡിമാൻഡ് കർവ് ആദ്യം വരയ്ക്കുക, അതേപോലെ സപ്ലൈ കർവും വരയ്ക്കുക. ഇത് ഈക്വിലിബ്രിയം. ഓക്കെ, ഇവിടെ ഞാൻ 50 റുപ്പീസ് മാർക്ക് ചെയ്തു, ഇവിടെ 100 ആണ്. ഇവിടെ എപ്പോഴും മാർക്ക് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ്, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് മെയിനായിട്ട് ആരെ പ്രൊട്ടക്ട് ചെയ്യാനെന്നറിയോ? ഇത് മെയിനായിട്ട് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഒരു റബ്ബറിൻ്റെ വില 50 രൂപയാണ് മാർക്കറ്റിൽ. പക്ഷേ ഇതൊക്കെ മാർക്കറ്റിൽ എത്തിയപ്പോഴാണ് അവരറിയുന്നത്, അയ്യോ സാധനത്തിൻ്റെ വില കുറഞ്ഞു എന്ന്. അപ്പോൾ ഇത് ആരെ ബാധിക്കും? നമ്മുടെ റബ്ബർ കർഷകരെ ബാധിക്കും. അപ്പോൾ ഗവൺമെൻറ് പറയും, കരഞ്ഞ് ലേലം വിളിക്കണ്ട, എന്ത് ചെയ്യാം, ഞങ്ങളതൊരു 70 രൂപയ്ക്ക് ഏറ്റെടുത്തോളാം എന്ന് പറയും. എന്നിട്ട് ഇത് ഗവൺമെൻറ് ഏറ്റെടുത്ത് ഗോഡൗണിലൊക്കെ സൂക്ഷിച്ചു വെക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എന്താണ്? എക്സസ് സപ്ലൈ വരും കേട്ടോ. ഇത്രയും ഭാഗം എന്താണ്? എക്സസ് സപ്ലൈ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ 2 ഡയഗ്രാം വരച്ചുകൊണ്ട് വേണം നമ്മൾ പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും ചെയ്യാൻ. ഇനി ഇതിന്റെ ഡിഫറൻസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ആണ്. നമുക്കറിയാം സീലിംഗ് ഫാൻ എല്ലാവരും ഏറ്റവും ടോപ്പിലാണ് വെക്കുക, അല്ലാതെ നിലത്ത് കൊണ്ടല്ലല്ലോ വെക്കുന്നത്. അപ്പോൾ ഇത് അപ്പർ ലിമിറ്റ് ഓഫ് ദ പ്രൈസ് ഫിക്സ്ഡ് ബൈ ദ ഗവൺമെന്റ് ആണ്. ഇത് മെയിൻ ആയിട്ട് ഈക്വിലിബ്രിയം പ്രൈസിന്റെ താഴെയാണ്. അത് ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. താഴെയാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതേപോലെ ഇത് മെയിൻ ആയിട്ട് ആരെ പ്രൊട്ടക്ട് ചെയ്യാനാണ്? ടു പ്രൊട്ടക്ട് ദ കൺസ്യൂമേഴ്സിനെയാണ്. അതേപോലെ ഇറ്റ് വിൽ ക്രിയേറ്റ് എക്സസ് ഡിമാൻഡ്. അതുപോലെയാണ് മക്കളെ പ്രൈസ് ഫ്ലോർ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ പ്രൈസ് ഫിക്സ്ഡ് ബൈ ദ ഗവൺമെന്റ് ആണ്. ലോവർ ലിമിറ്റ് ആണ്. ഇത് ബിലോ ദ ഈക്വിലിബ്രിയം പ്രൈസാ. നോക്ക്, ബിലോ ദിസ് ഇസ് എബവ് ബിലോ ദ ഈക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ അല്ലെ, ഇത് ഓക്കെ നോക്കിയേ, ദിസ് ഇസ് ബിലോ ദ ഈക്വിലിബ്രിയം പ്രൈസ് ആണ്. ഇവിടെ വരുന്ന എന്താണ്? എബവ് ഈക്വിലിബ്രിയം പ്രൈസ്. 2 വ്യത്യാസമുണ്ട് കേട്ടോ. ദിസ് ഇസ് എബവ് ഈക്വിലിബ്രിയം പ്രൈസ്. നോക്കിക്കോളൂ, ബിലോ
ഇത് ബിലോ ഈക്വിലിബ്രിയം പ്രൈസ് ആണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താണ് എബവ് ഈക്വിലിബ്രിയം പ്രൈസ്. ഇതാ എബവ് എവിടെ പോയി എബവ് ഈക്വിലിബ്രിയം പ്രൈസ്. ഈക്വിലിബ്രിയം പ്രൈസിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. നൗ ദിസ് ഇസ് മെയിൻലി ടു പ്രൊട്ടക്ട് ദ പ്രൊഡ്യൂസേഴ്സിനെയാണ്. ഇപ്പോൾ റബ്ബർ കർഷകർ അങ്ങനെയൊക്കെ പറയുന്നില്ലേ, അങ്ങനെ പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. കാരണം ഇവർ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ എത്തുമ്പോഴാണ് മക്കളെ അറിയുന്നത് അതിന് വില കുറഞ്ഞു എന്ന്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും. അവിടെയാണ് നമ്മുടെ ഗവൺമെന്റ് ഇടപെടുന്നത് കേട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ് വിൽ ക്രിയേറ്റ് എക്സസ് സപ്ലൈ, ബഫർ സ്റ്റോക്ക് ഒക്കെ വരും. ഗവൺമെന്റ് ഈ സാധനമൊക്കെ എടുത്തിട്ട് എന്തോ ചെയ്യാനാ, ഇവരെന്ത് ചെയ്യും, FCI പോലുള്ള ഗോഡൌണിലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇത് എന്തെങ്കിലും ഷോർട്ടേജ് വരുന്ന സമയത്ത് ഇതിനെടുത്ത് സപ്ലൈ ചെയ്യും. അതാണ് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ. ഇത് ഡയഗ്രമാറ്റിക്കലി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയും വരും. ഓക്കെ.